ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കോഴിക്കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 പച്ചമുളക്, സവാള, തേങ്ങാക്കൊത്ത്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, പെരിഞ്ചീരകം അരച്ചത്. ഇനി ഒരു കടായി വെച്ചു. നമ്മളിതിലേക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് കറിവേപ്പില, തേങ്ങാക്കൊത്ത്, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മളിതൊന്ന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് ഉപ്പി പറ്റിക്കണം. ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് 2 തക്കോലം, ഗ്രാമ്പൂ, പട്ട, ബേ ലീവ്സ്, ജീരകം, കടുക് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവോള ഇടാം. സവോളയും പച്ചമുളകും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടാൻ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേഗം വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നുകൂടെ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്യാം. ഇനിയും ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, പച്ചമുളക് അരച്ച പേസ്റ്റ് ഇട്ട് നല്ലപോലെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റാം. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഗരം മസാലയോടെ ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്യാം. മസാലയെല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് 2 തക്കാളി അരിഞ്ഞത് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്, അതൊഴിച്ച ശേഷം ചിക്കൻ നമ്മൾ ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മളെല്ലാ ചിക്കനും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നാടൻ കോഴി ആയതുകൊണ്ട് ഇതിന് ഭയങ്കര വേവായതുകൊണ്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് വേണം നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കേണ്ടത്. കുക്കറിൽ ഏകദേശം ഒരു 6-7 വിസിലടിച്ചാണ് ഇത് വെന്ത് കിട്ടുന്നത്. കുക്കറിൽ നമ്മളൊരു കടായിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 8 വിസിലോളം അടിച്ചായിരുന്നു ഇത് വേവാനായിട്ട്. ഇനി നമ്മൾ കടുക് വറുത്തിടുകയാണ്. കടുക് വറുക്കാനായിട്ട് സാധാ വെളിച്ചെണ്ണയിൽ ഒരല്പം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ കടുക് വറുത്ത് വെച്ചു. നാടൻ സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ കോഴിക്കറി ഇവിടെ റെഡിയായിരിക്കുന്നു. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ കോഴിക്കറി. ഇതിലേക്ക് നമുക്ക് കപ്പയും, നല്ല കപ്പ കിട്ടിയിട്ടുണ്ട്, നല്ല കപ്പയും നമ്മളുണ്ടാക്കി വെച്ചേക്കുന്ന നാടൻ കോഴിക്കറിയുമാണ് ഇതിന് പെയർ ചെയ്യുന്നത്.
ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് കപ്പയും നാടൻ കോഴിക്കറി. അപ്പോൾ കുറേ മാസങ്ങളായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു നാടൻ കോഴി കിട്ടാൻ. അപ്പോൾ അങ്ങനെ അവസാനം നാടൻ കോഴി കിട്ടുന്ന സ്ഥലം ചോദിച്ചു നേരെ പോയി തൂക്കി. അപ്പോൾ നമുക്ക് നാടൻ കോഴി കറി ടേസ്റ്റ് നോക്കാം. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഗ്രേവി കാണുമ്പോൾ നല്ല കളറും നല്ല തിക്കായിട്ട് തേങ്ങ കൊത്തൊക്കെ ഇട്ട് ഇറച്ചി നല്ലോണം വെന്തിട്ടുണ്ട്. മറ്റേ ഇത് കാണുമ്പോൾ അറിയാം നല്ലോണം വെന്തിട്ടുണ്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കറി. അപ്പം അങ്ങനെ കുറേ മാസത്തിന് ശേഷം നമ്മൾ നാടൻ കോഴി കറി കഴിച്ചു. വളരെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ ബ്രോസ്റ്റഡ് എന്താ പറയുക, ബോയിലർ കോഴിനെക്കാട്ടിലും എത്രയോ ഭേദമാണ്. എന്നല്ല എത്രയോ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.